രാഹുൽ മാങ്കൂട്ടം ഇന്നലെ മൂന്നാം ബലാത്സംഗ കേസിൽ പോലീസ് അതിവിദഗ്ധമായിട്ട് പിടിച്ചകത്തിട്ടു. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ഇന്ന് ജാമ്യാപേക്ഷയ്ക്ക് മൂവ് ചെയ്തേക്കാം മജിസ്ട്രേറ്റ് കോടതിയിൽ. പക്ഷെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടം ധരിച്ചു വെച്ചിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം കാണിച്ചിരിക്കുന്ന പ്രവർത്തികൾ, ഇത്രയും ബലാത്സംഗങ്ങൾ, ഇതൊക്കെ വലിയൊരു ഹീറോയിസമായിട്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. പാലക്കാട്ടെ ജനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു മാനസാന്തരത്തിനുള്ള വഴി തെളിക്കുന്ന 3 ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ 4 ദിവസമായിരിക്കും ഈ പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്ന സമയത്ത് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു മൈൻഡിലേക്ക് പോയി. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കെണിയായിട്ട് മാറിയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മാനസാന്തരത്തിനുള്ള സമയം ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതല്ല മറിച്ച് ഹൂ കെയേഴ്സ് പറയാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സർവനാശത്തിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടം പോകുന്നത് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. നമസ്കാരം. റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടം ഇന്നലെ മൂന്നാം ബലാത്സംഗ കേസിൽ പോലീസ് അതിവിദഗ്ധമായിട്ട് പിടിച്ചകത്തിട്ടു. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയാണ്. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ഇന്ന് ജാമ്യാപേക്ഷയ്ക്ക് മൂവ് ചെയ്തേക്കാം മജിസ്ട്രേറ്റ് കോടതിയിൽ. പക്ഷെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കത്തില്ല. എന്ന് മാത്രമല്ല, ഈ ജാമ്യാപേക്ഷയുടെ വാദം വരുന്ന സമയത്ത് തന്നെ, വാദമൊന്നും ഇല്ല ജാമ്യാപേക്ഷയിൽ, വരുന്ന സമയത്ത് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടും. അതായത് ഒരുപക്ഷെ ഒരാഴ്ചത്തെ കസ്റ്റഡി ആയിരിക്കും പോലീസ് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കോടതി ഒരു മിനിമം 3 ദിവസത്തെങ്കിലും പോലീസ് കസ്റ്റഡി അനുവദിക്കും. കാരണം പോലീസ് പറയാൻ വേണ്ടി പോകുന്നത് ഈ FIR-ൽ പറഞ്ഞിട്ടുള്ള വടകരയിലെ ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ വിദേശത്തുള്ള പെൺകുട്ടി നാട്ടിലെത്തിയതിനു ശേഷം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവുകയും ഔദ്യോഗികമായിട്ട് ഒരു പരാതി ഒപ്പിട്ട് നൽകേണ്ടതുണ്ട്. അങ്ങനെ ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കാര്യങ്ങൾ, കേസ് കൃത്യമായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. അതല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ പെൺകുട്ടി പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെൺകുട്ടിക്ക് നാട്ടിൽ വരാൻ ഭയമാണ്. ഒരുപക്ഷെ പെൺകുട്ടി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ അപായപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയം. ആ ഭയം മുഖ്യമന്ത്രി അറിഞ്ഞതോടു കൂടിയിട്ടാണ് ഒരു രാത്രി തന്നെ ഇയാളെ പിടിച്ച് അകത്തേക്ക് ഇട്ടത്. അതല്ലാതെ ശബരിമല സ്വർണ്ണമോഷണ കേസ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബാലിശമായിട്ട് പോകും. എത്ര ക്രൂരമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം അതിജീവിതമാരെ പീഡിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. എല്ലാവരുടെയും പരാതിയിൽ സമാനമായിട്ടുള്ള എത്ര കാര്യങ്ങൾ ഒരേ രീതിയിൽ തന്നെ നടന്നിരിക്കുന്നു. അപ്പോൾ ആളുകൾ പറയുന്നത് എന്താണ്, ഇത് ഒരേ രീതിയിൽ ആരോ ഒരാൾ ഇരുന്ന് ക്രിയേറ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തർത്ഥമാണുള്ളത്? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരാളുടെ ഒരു മാനസിക രോഗം, അതിൻ്റെ ഒരു സിംറ്റംസ് ആണ് അതൊക്കെ. അത് ഒരേ പാറ്റേണിൽ തന്നെ പോകത്തുള്ളൂ. നമ്മൾ ഒരുപാട് കുറ്റാന്വേഷണ കഥകളൊക്കെ അല്ലെങ്കിൽ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ചില ആളുകളുടെ ചില മോഷണത്തിന്റെ രീതികൾ, അല്ലെങ്കിൽ ചില കൊലപാതകത്തിന്റെ രീതികൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഭാവിയിലെ നിയമ വിദ്യാർത്ഥികൾക്കും കേരള പോലീസിനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അധ്യായമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബലാത്സംഗ പരമ്പരകൾ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ 3 ഇരകൾ മാത്രമല്ല, നമ്മുടെ ഈ 2 കൈകളിലെ വിരലുകൾക്ക് എണ്ണാവുന്നതിനപ്പുറത്തേക്ക് പരാതികൾ വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യം തന്നെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് സ്വന്തമായിട്ട് ജയിലുകളൊന്നുമില്ല, സെല്ലുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടുന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു, അതിനുശേഷം പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകുന്നു. അതായത് ഇപ്പം മാവേലിക്കര സ്പെഷ്യൽ ജയിലിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ രാവിലെ ജയിലധികൃതരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ഏകാന്ത പതികനായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൂടാണ്ട് തന്നെ സന്ദർശകർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലധികൃതരെ സന്ദർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്നലെ വരെ എത്രയോ സൗഹാർദ്ദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ചുറ്റുമുണ്ടായിരുന്നു. പക്ഷെ ജയിലറയ്ക്കുള്ളിലായ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ആരുമില്ല. ഒരുപക്ഷെ ആളുകൾ പറഞ്ഞേക്കാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആത്മബലമുള്ള, ധൈര്യമുള്ള, മനക്കട്ടിയുള്ള ഒരുത്തനും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ കാണാമറയത്തിരുന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ തെറി എഴുതി വിടുന്ന കുറെ എണ്ണത്തിനെ കണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ അഹങ്കരിക്കാൻ പാടുണ്ടായിരുന്നില്ല. തൻ്റെ കൂടത്തിൽ നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാരെ എല്ലാം ശത്രുക്കളാക്കി മാറ്റി, എല്ലാവരുടെയും അതൃപ്തി പിടിച്ചുപറ്റി. അതിനുശേഷം കുറച്ച് സോഷ്യൽ മീഡിയ വാണപ്പിള്ളേരുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കുന്നത് എന്താണ്? ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ
പുറത്തേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ പത്തനംതിട്ടയിലേക്കായിരിക്കും ആദ്യം കൊണ്ടുപോവുക. പത്തനംതിട്ടയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ തെളിവെടുപ്പുകൾ നടത്തും. തിരിച്ചു നേരെ ജയിലിലേക്കൊന്നും കൊണ്ടാക്കത്തില്ല. പിന്നീട് വടകരയ്ക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ ലോഡ്ജിൽ പോകേണ്ടി വരും. പുറകെ മാധ്യമങ്ങൾ കൂടും എന്നുള്ളത് ഏറ്റവും വലിയൊരു നാണക്കേടാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ സെല്ലിൽ കൊണ്ടുപോയിട്ട് വൈകിട്ട് പാർപ്പിക്കും. അത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷൻ്റെ സെല്ലിൽ കൊണ്ടുപോയിട്ടാണ് ഇടുന്നത്. ഒരിക്കലും സെല്ലിൻ്റെ പുറത്ത് ഇരുത്തുകയോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയോ ഒന്നുമില്ല. നേരെ സെല്ലിനകത്ത് കിടക്കേണ്ടി വരും. സെല്ലിനകത്ത് മറ്റു കുറ്റവാളികൾക്കൊപ്പം ഈ പോക്കറ്റ് അടിക്കാരന്മാരുടെയും കൂട്ടത്തിൽ ഈ കള്ളുകൂടിയന്മാരുടെയൊക്കെ കൂട്ടത്തിൽ ഈ സെല്ലിനകത്ത് കിടക്കേണ്ട ഒരു ഗതികേടിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ തന്നെ മനസ്സിൽ കണ്ടുവെച്ചോളൂ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൂടാണ്ട് നാട്ടുകാരുടെ കൂക്കിവിളി, ഈ ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടാവുന്ന വലിയ കൂക്കിവിളികളായിരിക്കും. ഇന്നലെ വളരെ സ്മൈലിംഗ് ഫേസോടുകൂടി അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഹൂ കെയേഴ്സ് എന്നുള്ള മൈൻഡോട് കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരമുള്ള മുഖത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പോലീസ് ജീപ്പിലൊക്കെ കയറിപ്പോയതും ഇറങ്ങിയതും. നിങ്ങൾക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല, ഞാൻ സ്വതന്ത്രനായി പാലക്കാട്ട് നിന്നാലും ഞാൻ മത്സരിച്ച് ജയിക്കുമെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം ധരിച്ചു വെച്ചിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം കാണിച്ചിരിക്കുന്ന പ്രവർത്തികൾ, ഇത്രയും ബലാത്സംഗങ്ങൾ, ഇതൊക്കെ വലിയൊരു ഹീറോയിസമായിട്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. പാലക്കാട്ടെ ജനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ഇനി എവിടേക്ക് പോകേണ്ടി വരും? പാലക്കാടിന് പോകേണ്ടി വരും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള KPM ലോഡ്ജ് ഉണ്ട്, അല്ലെങ്കിൽ KPM ഹോട്ടൽ. ഈ KPM ഹോട്ടലിൽ പോകുന്ന സമയത്ത് പോലീസിന് അന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കിടക്കേണ്ടി വരും. ആ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കിടക്കുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം നിയോജക മണ്ഡലത്തിലെ ഒരു സെല്ലിൽ കിടക്കേണ്ടി വരുന്ന ഒരു MLA എന്നുള്ള പേര് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഈ ചരിത്രത്തിൽ ഇന്ന് വരെ നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു സൈക്കോപാത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് പാലക്കാട് നിന്ന് സംഭവിക്കും? പാലക്കാട് നിന്ന് വടകരയിലുള്ള ഏതാണോ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിലേക്ക് പോകേണ്ടി വരില്ലേ? ആ ഫ്ലാറ്റിന് ഷാഫി പറമ്പിൽ ഇങ്ങനെ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഫ്ലാറ്റാണെങ്കിലത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഷാഫി അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. നമ്മൾ ആരും അല്ല പറഞ്ഞേക്കുന്നത്, അത് രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഷാഫിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇത് പല ആളുകളും ഷാഫിയുടെ അടുത്ത് പരാതി വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വടകരയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വടകരയിലും അവിടുത്തെ ലോക്കൽ ജയിലിൽ രാഹുൽ മാങ്കൂട്ടം കിടക്കേണ്ടി വരും. അവിടെയും ജനങ്ങൾ കൂക്കി വിളിക്കാൻ വേണ്ടി എത്തും. ഈ പോകുന്ന ഈ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പത്തനംതിട്ടയിലെ ലോഡ്ജിൽ എത്തിക്കുന്നു, അവിടെ നിന്ന് പാലക്കാട് എത്തിക്കുന്നു. KPM ഹോട്ടലിൽ അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് പിന്നെ വടകരയിലേക്ക് പോകുന്നു. വടകരയിൽ നിന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് ആണ് മാവേലിക്കര ജയിലിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 3 ദിവസം 4 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ശിക്ഷയേക്കാളൊക്കെ അതിക്രൂരവും അതികഠിനവുമായിരിക്കും. ഒരു മാനസാന്തരത്തിനുള്ള വഴി തെളിക്കുന്ന 3 ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ 4 ദിവസമായിരിക്കും ഈ പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത്. ഈ പോലീസ് കസ്റ്റഡിയിൽ ഏൽക്കാൻ പോകുന്ന അപമാനം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അവർ ചിരിച്ചു കളിച്ചൊക്കെ ആയിരിക്കും, ഒരുപക്ഷെ വേണമെങ്കിൽ ആളുകളെ കൈവീശിയും കാണിക്കും. അതിനുള്ള ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത് ഈ ആരാധകരുടെ പിന്തുണയല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തെങ്കിലുമൊക്കെ സ്നേഹമോ ബഹുമാനമോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കൾ ചെയ്യേണ്ടിയിരുന്നത് ഇവനെ ഏതെങ്കിലും നല്ലൊരു മാനസിക ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ഒരിക്കലും ഇത്രയും നല്ല വാക്ചാതുര്യമുള്ള, ഇത്രയും സുന്ദരനായ എന്ന് തന്നെ നമുക്ക് പറയാം, സുന്ദരനായ ഒരു നേതാവിനെ കോൺഗ്രസിന് നഷ്ടപ്പെടുത്തില്ലായിരുന്നു. ഇത് പലരും എന്ത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്ന സമയത്ത് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു മൈൻഡിലേക്ക് പോയി. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കെണിയായിട്ട് മാറിയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? UDFന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഒരു അക്ഷരം മിണ്ടാൻ വേണ്ടി പറ്റുമോ? അവിടെ മാവേലിക്കര ജയിലിൽ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പോലും അവിടെ പോയിട്ടില്ല. ആകപ്പാടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിനടുത്തുള്ള ഏതോ ഒരു കാരണവര് രാഹുലിനെ കാണാൻ വേണ്ടി ചെന്നു. രാഹുല് കാണാൻ താല്പര്യമില്ല എന്നറിയിച്ചു വിട്ടു. കാരണം ഇനി ആരുടെയും മുഖത്ത് നോക്കാനുള്ള ശേഷി രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ വരെ ഈ സൈബർ ആന്റിമാരും അതോടൊപ്പം തന്നെ ഉണ്ണിക്കുട്ടന്മാരും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്നലത്തെ അറസ്റ്റോടുകൂടി അതിനുശേഷം പുറത്തു വരുന്ന വാട്സപ്പ് ചാറ്റുകളോടുകൂടി രാഹുൽ മാങ്കൂട്ടം ഒരു പെണ്ണുപിടിയനാണ്, അല്ലെങ്കിൽ ഒരു വുമണൈസർ ആണ് എന്നുള്ള കാര്യം ഈ ലോകത്തിന് വെളിപ്പെട്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയും
പോലീസ് കസ്റ്റഡി കഴിഞ്ഞ ഒരു പക്ഷേ ജാമ്യം ലഭിച്ചേക്കാം, മറ്റു പരാതികൾ വരാതിരുന്നാൽ. ഇനിയും കേൾക്കാൻ സാധിച്ചിട്ടുള്ള ഒരു പോക്സോ കേസ് വരാൻ വേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ പോക്സോ കേസിനെ കുറിച്ചൊക്കെ രാഹുൽ ഈശ്വർ ഇന്നലെ ആശങ്കപ്പെടുന്നു കണ്ടിരുന്നു. കാരണം രാഹുൽ ഈശ്വറിന് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ ഒരു പോക്സോ കേസിന്റെ സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ വരും ദിവസങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിട്ട് അത്ര സുഖകരമായിരിക്കില്ല. ഒരുപക്ഷെ മാനസാന്തരത്തിനുള്ള സമയം ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതല്ല മറിച്ച് ഹൂ കെയേഴ്സ് പറയാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സർവനാശത്തിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടം പോകുന്നത് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.